സങ്കീർത്തനം 127 എന്താ പറയുന്നേ? എന്റെ ഭക്തർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പേര് ഉറങ്ങിക്കോ. ഇനി നിങ്ങളെ ഉണർത്തുന്നില്ല. ഞങ്ങള് ഇത് വെച്ച് അങ്ങ് ഉറങ്ങുമ്പോ കർത്താവെ കൊടുത്തേക്കണേ. കിട്ടിയോ വചനം? അപ്പോ അത് വിശ്വസിക്കുകയാണെങ്കിൽ അതേമാതിരി നടന്നോട്ടെ. ഓൾറൈറ്റ്. വിശ്വാസമാണ് പ്രാർത്ഥനയുടെ വലിയൊരു രഹസ്യം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പസ്തോലന്മാർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ അവരെന്താ ചോദിച്ചത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒന്നുകൂടി പ്രാർത്ഥിച്ചേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇതാണ് നമ്മൾക്ക് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട വലിയ ഒരു വളർച്ചയിൽ ആവശ്യമായിട്ടുള്ള കാര്യം. പ്രാർത്ഥിക്കാൻ വളരണമെങ്കിൽ, പ്രാർത്ഥന വളരണമെങ്കിൽ വിശ്വാസം വളരണം. വിശ്വാസം വളരുന്നതിന് പല മാർഗങ്ങളുണ്ട്. ഒന്ന്, അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അപ്പസ്തോലന്മാര് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണേ? എന്താ അവർ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ വിശ്വാസം അത് പറഞ്ഞ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇനി വിശ്വാസം വളരുന്നതിന് ആവശ്യമായ മറ്റു ചില ഘടകങ്ങൾ. ഒന്ന്, ദൈവവചനത്തിലുള്ള വിശ്വാസം. പിന്നെ നമ്മുടെ കൂദാശകളിലൂടെയുള്ള വിശ്വാസം. അങ്ങനെ വിശ്വാസത്തിന്റെ ചില സ്ഥായി ഘടകങ്ങൾ. ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവനിലുമുള്ള വിശ്വാസം. എന്താ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവനിലും വിശ്വാസം എന്ന് പറഞ്ഞാൽ? ദൈവരാജ്യത്തിലും ദൈവത്തിന്റെ നീതിയിലുമുള്ള വിശ്വാസം. അപ്പൊ ഇങ്ങനെ നമ്മുടെ സാധാരണ ബുദ്ധിക്ക് അപ്രാപ്യമായ ചില കാര്യങ്ങളാണ്. ശരീരത്തിന്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്താ ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? സർവാധിപനാം കർത്താവേ നമിക്കുന്നു, ഇല്ലേ? എന്ത് വിചാരിച്ച് പാടിയേക്കണേ? എന്താണ് ദൈവത്തിന്റെ ഈ സർവാധിപ ശക്തി എന്ന് പറയുന്നത്? ദൈവത്തിന്റെ സർവാധിപ ശക്തി എന്ന് പറയുന്നത് മർത്യരായ മനുഷ്യന്റെ ഈ മർത്യമായ ശരീരം മരിക്കുമ്പോൾ ചീഞ്ഞ് ജീർണിക്കും. ഇല്ലേ? ജീർണിക്കുമല്ലോ. നമ്മുടെ ആ ജീർണിക്കുന്ന ശരീരത്തെ അന്ത്യദിനത്തിൽ ഉയർപ്പിച്ച് അമർത്യമായ ആത്മീയ ശരീരങ്ങളാക്കി മാറ്റും എന്ന് നമ്മൾ മനസ്സിലായി. ആ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ട ശക്തമായ വിശ്വാസം. നമ്മൾ ആരായാലും, എത്ര തിന്മ ചെയ്യുന്നവരായാലും, ആരെല്ലാം ഉയർക്കും? നീതിമാന്മാരും നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും ഉയർക്കും. അന്ത്യദിനത്തിൽ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ എല്ലാവരും ഉയർക്കും. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരെയും ദൈവം ഉയർപ്പിക്കും. നന്മ ചെയ്തവർ പുതിയ ജെറുസലേമിലേക്ക് വേണ്ടിയും തിന്മ ചെയ്തവർ നിത്യ നരകത്തിലേക്കുമായിട്ടും പക്ഷെ ഉയർക്കും. ആ ഉയർപ്പിന്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്
ഈ കർത്താവിന്റെ ശക്തി നമ്മളിൽ എരച്ച് കയറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ സർവാധിപത്വം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് മരിച്ചവരുടെ ഉയർപ്പ്. ഇനി അതിനേക്കാൾ വലിയൊരു രഹസ്യം ഇതാണ്. കരിസ്മാറ്റിക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ഈ അന്ത്യദിനത്തിൽ നൽകാനിരിക്കുന്ന അല്ലെങ്കിൽ അന്ത്യദിനത്തിൽ വന്നിരിക്കുന്ന ഉയർപ്പ്, ആ ഉയർപ്പിന്റെ ആത്മാവല്ലേ പരിശുദ്ധാത്മാവ്? അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരും കൈവീശിയേ ഹല്ലേലൂയ. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന അതേ കർത്താവാണ് പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ അന്ത്യദിനത്തിൽ ലഭിക്കാനിരിക്കുന്ന ഉയർപ്പിന്റെ ഒരു മുൻ ആസ്വാദനം പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 1002 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. 1002 അതിൽ പറയുന്നത് ഇതാണ്: അന്ത്യദിനത്തിൽ ഉയർക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കും എന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ, എല്ലാവരും കരം ഉയർത്തി ഏറ്റുപറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും അന്ത്യദിനത്തിൽ ഉയർക്കും. പക്ഷേ ഉയർപ്പിക്കുന്ന കർത്താവ് ഇപ്പോഴുള്ള കർത്താവ് തന്നെയല്ലേ? ഇത് കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകത്തിൽ 1002 ഇനി നിങ്ങൾ ബൈബിള് മാത്രം വെച്ചാൽ പോരാ, മതബോധന ഗ്രന്ഥം കൂടി ഉണ്ട് ഇല്ലേ? അത് വീട്ടിൽ വെച്ചോ. വീട്ടിൽ വെക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ പ്രയർ ഗ്രൂപ്പിലും പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ അതും കൊണ്ട് പോകണം. എന്നിട്ട് അതൊക്കെ ഒന്ന് വായിക്കണം, ഒന്ന് നോക്കി. എന്തോ ഒരു വലിയ രഹസ്യമാണ് ഈ പറയുന്നത്. നമ്മൾ അന്ത്യദിനത്തിൽ ഉയർക്കുമെന്നതിന് നമുക്ക് യാതൊരു സംശയമില്ല. അങ്ങനെയാണോ? അതാണ് ഏറ്റവും സംശയമുള്ളത്. ബാക്കിയുള്ളതിന് പല സംശയമുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമുക്കൊരു സംശയമില്ല. പക്ഷെ സംശയം എന്തിനെ കുറിച്ചാണ് ഉണ്ടാകാൻ സാധ്യത? ഇനി സംഭവിക്കാത്തതിനെ കുറിച്ചാണ്, ഇല്ലേ? നമുക്ക് എപ്പോഴും ഒരു ജിജ്ഞാസയാണ്, ഇത് എങ്ങനെയാ നമ്മുടെ ഈ ചത്ത ശരീരം ഉയർക്കുക എന്ന് പറഞ്ഞത്. എല്ലാവരും ഉയർത്തുന്നത് ഇപ്പൊ ഈ ഹോളിൽ തന്നെ ആൾക്ക് ഇനി നിൽക്കാൻ സ്ഥലമില്ല. അപ്പൊ എല്ലാവരും ഉയർത്തെഴുന്നേറ്റാൽ ഈ ലോകത്തിൽ എങ്ങനെ നിൽക്കും? എങ്ങനെയാ? അവർക്ക് ശരീരം ഉണ്ടാവൂല അല്ലേ? അവരെങ്ങനെയായിരിക്കും? അവർ രൂപാന്തരപ്പെട്ട് അവിടുത്തെ പോലെ ആള് ചെറുതാണെങ്കിലും പ്രത്യക്ഷം വലുതാ. അവർ രൂപാന്തരപ്പെട്ട് എങ്ങനെയാകുമെന്ന് ഒന്ന് അങ്ങോട്ടും കൂടെ നോക്കിയേ. ഈ ഒരു ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് ഈ ഇരിക്കണ ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് ആരെ പോലെയാകുമെന്ന് മനസ്സിലാവും അല്ലേ? അപ്പോ നമ്മൾ അത്
വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കിഴക്കേല കാർത്തിയാനിയും രൂപാന്തരപ്പെട്ട് ദൈവത്തെ പോലെ ആകുമല്ലോ. ഇത് വിശ്വസിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇത് നമ്മൾ തന്നെ, നമുക്കറിയാം നമ്മൾ എന്തോരം അവസ്ഥയാണ്. എന്നാൽ ഈ നമ്മളെ ഞാൻ തലയ്ക്ക് പിടിച്ചോളാം, ഒരാൾ ഞാൻ കാലിക്ക് പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി കൊണ്ടുപോയി അടക്കി അത് ജീർണിച്ചു. ആ ജീർണിച്ച നമ്മുടെ ജീർണിച്ച ശരീരം ഇല്ലാതായിരിക്കുന്നു. ആ ഇല്ലാതായ ശരീരം എന്ത് സംഭവിക്കും? ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ അമർത്യമായ ശരീരമായി മാറും. കേട്ടോ, മർത്യമായ ശരീരം അമർത്യമായ മഹത്വമുള്ള ശരീരമായി മാറും. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീരുന്നു, അക്ഷയമവനുടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം. അപ്പോ ഇതാണ് ഹൈയസ്റ്റ് വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന ബോധ്യം. ലാസറിന്റെ വീട്ടില് മർത്ത വാസ്തവത്തിലൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയാണ്. എന്നാൽ മറിയമാണ് നമ്മൾ കണക്കാക്കിയേക്കുന്നത് പ്രാർത്ഥിക്കണമെന്നില്ലേ. പക്ഷേ മർത്തയുടെ അടുത്താണ് ഈശോ ചോദിക്കുന്നത്. ചിലപ്പോൾ മറിയത്തിന് ശരിക്കും അറിയാമായിരിക്കും, ശരിയെങ്കിലും സംശയം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് മറിയത്തിന് ശരിക്ക് അറിയാമായിരിക്കും. മർത്തയോടാണ് ലാസറിന്റെ ഉയർപ്പിന്റെ സ്ഥലത്ത് മുഴുവനുമുള്ളൊരു ഡയലോഗ്. ഈശോയ്ക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അടയാളം, ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കണം. ഉത്ഥാനത്തിന്റെ ശക്തി എന്താണെന്നും ഉത്ഥാനം എന്നത് എന്താണെന്നും യേശുവിന്റെ ഉത്ഥാനത്തിന് മുമ്പ് തന്നെ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തണം. ഉത്ഥാനം മനുഷ്യന് വെളിപ്പെടുത്തണമെങ്കിൽ അതിനെ ആരെങ്കിലും ഉപയോഗിക്കണ്ടേ? അപ്പൊ ഉത്ഥാനം വെളിപ്പെടുത്തണമെങ്കിൽ എന്താ അതിനു മുമ്പ് സംഭവിക്കേണ്ടത്? മരിക്കണം. ആരെയാണ് ഇത്രയും വലിയ ഒരു പദവി കൊടുക്കാൻ പറ്റുക? അങ്ങനെയാണ് ചിന്തിച്ചപ്പോ ഈശോയുടെ ഏറ്റവും സ്നേഹിക്കുന്ന സുഹൃത്തായ ലാസറിനെ തന്നെ ആകാം എന്ന് വിചാരിച്ചു. അവർ ബാല്യകാലം മുതലേ സുഹൃത്തുക്കളാണ്. ഈശോ 12 വയസ്സുള്ളപ്പോ അങ്ങ് ജെറുസലേമിലേക്കൊക്കെ പോകുമ്പോ ബഥാനിയയിൽ ലാസറിന്റെയും ഇവരുടെയും വീട്ടിലാണ് അവർ കുടുംബസമേതം താമസിച്ചിരുന്നത്. അന്ന് 12 വയസ്സായപ്പോ ഈശോന്റെ സമകാലികരായിരുന്നു ഈ ലാസറും. അവരിന്ന് ഒരു 1-2 വയസ്സ് താഴെയുള്ളവരായിരുന്നു മർത്ത മറിയൊക്കെ. അപ്പൊ ഇവര് കളിക്കൂട്ടുകാരായിരുന്നവരാണ് ചെറുപ്പത്തിലെ. അന്ന് മുതലേ ഉള്ള സ്നേഹബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് മർത്ത പറഞ്ഞു, നിങ്ങൾ ചെന്ന് ഇത്രയും പറഞ്ഞാൽ മതി ഈശോനോട്, നീ സ്നേഹിക്കുന്നവൻ രോഗിയായി. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു ഈശോ. ഇത്രയും ആളുകളെ രോഗശാന്തി കൊടുക്കും, പിന്നെ നമ്മുടെ ലാസറിന് കൊടുക്കാതിരിക്കോ? പക്ഷേ ഈശോ വന്നില്ല. എന്ത് പറഞ്ഞു ഈശോ? ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഇത് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു കാര്യം കാണിക്കാനുള്ളത്. ഒന്ന് കൈവീശി കാണിച്ച് പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് അവൻ മരിച്ചു എന്ന് മനസ്സിലായി. കറക്റ്റ്. എന്നിട്ടും പോകാൻ തുടങ്ങിയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ ഈശോ അവിടെ എത്തി. അപ്പൊ ഈ പെങ്ങന്മാരെല്ലാം കിടന്ന് വാവിട്ട് കരയാണ്. ഞങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ട് ഞങ്ങളോട് ചെയ്തല്ലോ. അല്ലേ, നമ്മുടെ ഒരു മരിച്ച വീട്ടിൽ മയക്കൊക്കെ വെച്ച് കരയാറില്ല ചിലർ എന്ന മാതിരി അവര് കരയാണ്. എന്നിട്ട് പാവം ഈശോയും അവരോടൊപ്പം കരഞ്ഞു. കാര്യം ഇതൊക്കെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈശോ ആ കരച്ചിൽ കഴിഞ്ഞിട്ട്
നെടുവീർപ്പിട്ടിട്ട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. Praise the Lord. അപ്പോൾ മർത്ത പറഞ്ഞു, ഞങ്ങൾക്കറിയാം അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള വിശ്വാസ പ്രമാണമാണ്. വിശ്വാസ പ്രമാണത്തില് പറയുന്ന പോലെ തന്നെ അന്ത്യദിനത്തിലെ ഉയർപ്പിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയാണ് കർത്താവ് ഒരു പുതിയ കാര്യം പറയുന്നത്. ഞാനാണ് ഉത്ഥാനം. അന്ത്യദിനത്തിൽ ഉത്ഥാനം നൽകുന്നവൻ ഞാനാണ്. അന്ത്യദിനത്തിൽ ഉത്ഥാനം നൽകുന്ന ഞാൻ, അതിന് കുറെ നാൾ മുമ്പ് അവൻ ഉത്ഥാനം കൊടുത്തൂടെ? ഞാൻ ഇന്നലെയും ഇന്നും അന്ത്യദിനത്തിലും ഒരേ ആള് തന്നെയല്ലേ? അപ്പൊ അവള് പറയണ, അങ്ങ് സത്യമായും ദൈവം അയച്ചവനാണ്. അങ്ങ് എന്ത് ചോദിച്ചാലും എവിടെയാ അവൻ അടക്കിയിരിക്കുന്നത്? പോകാം, അവിടെ ചെന്ന് കല്ലെടുത്ത് മാറ്റും എന്ന് പറഞ്ഞപ്പോ വീണ്ടും മാർത്ത പറയാണ്, അയ്യോ കർത്താവ്, ഇപ്പോ ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. അതാണ് റിയാലിറ്റി, ഒരു വാസ്തവം.